പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. രാവിലെ കാലം കർത്താവിന്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് സുവിശേഷം 11-ാം അധ്യായം 9-ാം വാക്യം. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. പ്രിയ ദൈവമക്കളെ, അന്വേഷിക്കുന്നവർക്കാണ് കണ്ടെത്തുവാൻ സാധിക്കുന്നത്. നാം ഇന്ന് ആരെ അന്വേഷിക്കുന്നു? അതായത് നമ്മൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നാം കണ്ടെത്തുന്നത്. അതായത് ഹല്ലേലൂയ, അന്വേഷിക്കുമ്പോൾ കണ്ടെത്തുവാൻ സാധിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണ്. ഹല്ലേലൂയ. നോക്കൂ, നമ്മൾക്ക് കർത്താവായ യേശുവിനെ കണ്ടെത്തുമ്പോൾ ക്രിസ്തുവിലുള്ള ആ സ്നേഹം നമുക്ക് മനസ്സിലാക്കുവാനും ക്രിസ്തുവിന്റെ സാമീപ്യം മനസ്സിലാക്കുവാനും സാധിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ തന്നെ യേശുവിനെ അന്വേഷിച്ചതായ വിദ്വാൻമാരെ നമുക്ക് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തില് 1-2 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് ഹല്ലേലൂയ കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. കിഴക്കു നിന്ന് വന്ന വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ചു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അവർ അന്വേഷിച്ചതുപോലെ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഒന്ന് അന്വേഷിക്കണം. നമ്മുടെ കർത്താവ് എവിടെ? നമ്മെ രക്ഷിക്കുന്നതായ കർത്താവ് എവിടെ? ഹല്ലേലൂയ. നോക്കൂ, യായിറോസ് എന്ന പള്ളിപ്രമാണി തൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിലായിരുന്നപ്പോൾ യേശുവിനെ അന്വേഷിച്ചിറങ്ങി. ഹല്ലേലൂയ. നോക്കൂ, യേശുവിനെ അന്വേഷിച്ചിറങ്ങുന്നതിന് പദവിയോ പണമോ സാമ്പത്തികമായിട്ടുള്ള യാതൊരു കാര്യങ്ങളോ ഇതിന് ആവശ്യമില്ല. ഹല്ലേലൂയ. യേശുവിനെ ആർക്ക് ആവശ്യമാണോ അവർക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പള്ളിപ്രമാണിയായ യായിറോസ് തൻ്റെ മകളെ കണ്ടെത്തുവാൻ വേണ്ടി ഹല്ലേലൂയ അതായത് തൻ്റെ മകളുടെ സൗഖ്യത്തിന് വേണ്ടി, അവളെ രക്ഷിക്കുവാൻ വേണ്ടി യേശുവിനെയാണ് അന്വേഷിച്ചിറങ്ങിയത്. അന്വേഷിച്ചിറങ്ങിയാൽ കണ്ടെത്തുവാൻ സാധിക്കുന്നത്, ഹല്ലേലൂയ, ജീവിതത്തിൽ സന്തോഷം അനുഭവിപ്പാൻ സാധിക്കുന്നതും യേശുവിലുള്ള അന്വേഷണത്തിൽ കൂടി മാത്രമേ ഒക്കുകയുള്ളൂ. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 18 പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, ജീവിതത്തിൽ മരണത്തിന്റെ അവസ്ഥ വരെ ചെന്നെത്തുമ്പോഴും യേശുവിനെ കണ്ടെത്തുമ്പോൾ അവിടെ ജീവനാണ് പ്രാപിക്കുന്നത്. ഹല്ലേലൂയ. നോക്കി, ഇപ്പോൾ എൻ്റെ മകൾക്ക് സൗഖ്യം വരും, ജീവൻ കിട്ടും. എൻ്റെ മകളുടെ മേലൊന്ന് കൈവച്ചാൽ മതി, അവൾ ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ സൗഖ്യം കിട്ടുവാൻ സാധിക്കും. യേശുപ്പന്റെ കരം മതി. ഹല്ലേലൂയ. എൻ്റെ ഭവനത്തിൽ എൻ്റെ യേശുപ്പനൊന്ന് വന്നാൽ മതി, എൻ്റെ ഭവനത്തിന്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, യേശുപ്പനെ നമ്മുടെ ഭവനത്തിലേക്കൊന്ന് ഹല്ലേലൂയ വിളിച്ചു കയറ്റ്, അല്ലെങ്കിൽ നമ്മളൊന്ന് അന്വേഷിച്ചിറങ്ങ്. കർത്താവേ, എൻ്റെ ഭവനത്തിലൊന്ന് വരണമേ, എൻ്റെ അടുക്കലേക്കൊന്ന് വരണമേ, എന്നെ ഒന്ന് സന്ദർശിക്കണമേ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ അപ്പനെ ഒന്ന് അന്വേഷിച്ചിറങ്ങുമ്പോൾ നമുക്ക് അപ്പന്റെ സാന്നിധ്യം അനുഭവിപ്പാനിടയായിത്തീരും. ഹല്ലേലൂയ. പ്രീതി മക്കളെ, അന്വേഷിച്ചിറങ്ങിയാൽ മാത്രം പോരാ, ഏത് വിഷയത്തിന് വേണ്ടിയാണോ നാം പുത്രനെ അന്വേഷിക്കുന്നത് ആ വിഷയത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞത് നാം ശ്രദ്ധിച്ചു നോക്കണം. എൻ്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. നോക്കൂ, ആ പിതാവിന് കുഞ്ഞുമകളോടുള്ള സ്നേഹവും യേശുവിലുള്ള തൻ്റെ വിശ്വാസവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വസിച്ചിറങ്ങിയാൽ അവിടെ വിടുതൽ നടക്കുന്നത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ സാധിക്കും. പ്രിയ മക്കളെ, നോക്കൂ, അടുത്തതായിട്ട് നമുക്ക് ഹല്ലേലൂയ ലൂക്കോസ് സുവിശേഷത്തിലെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. രക്തസ്രവത്തിൽ കഴിഞ്ഞ 12 വർഷമായിട്ട് രക്തസ്രവമുള്ള സ്ത്രീയെ, ഹല്ലേലൂയ, നോക്കൂ, അവിടെ കാണാൻ കഴിയുന്നത് എന്താണ്? അന്ന് 12 സംവത്സരം രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിൽ തൊങ്ങൽ തൊട്ട് ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നോക്ക്, നാളുകളായി മറ്റു പലതും തേടി നടന്ന് അന്വേഷിച്ചിറങ്ങി കണ്ടെത്തുന്നവരെ കണ്ടെത്തുവാൻ സാധിക്കാതിരുന്നപ്പോൾ നമ്മുടെ യേശുവിനെ അന്വേഷിച്ചിറങ്ങിയപ്പോൾ അവിടെ കണ്ടെത്തുക മാത്രമല്ല, ജീവിതത്തിൽ ഇതുവരെ
ഇതുവരെ അനുഭവിക്കാത്ത ശാരീരിക വിടുതൽ അനുഭവിപ്പാൻ സാധിച്ചു. പ്രിയ ദൈവമക്കളെ, നമുക്ക് കർത്താവിന്റെ സന്നിധി ചെന്നെങ്കിൽ മാത്രമേ ദൈവിക വിടുതല്, ശാരീരിക വിടുതല്, മാനസികമായിട്ടുള്ള ഹല്ലേലൂയ എല്ലാ ക്ഷീണങ്ങളും മാറുവാൻ, ശരീരത്തിന് സൗഖ്യം കിട്ടുവാൻ, ജീവിതത്തിൽ സന്തോഷം അനുഭവിപ്പാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ 12 സംവത്സരമായിട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി പല വാതിലുകളും മുട്ടി, ഡോക്ടറെ കണ്ടെത്തി, പക്ഷെ അവിടെ എങ്ങും വിടുതൽ ലഭിച്ചില്ല. ഹല്ലേലൂയ. പ്രിയരെ, ഒരിടത്തു മാത്രമാണ് ദൈവിക വിടുതൽ ലഭിക്കുന്നത്. അത് നമ്മുടെ യേശുവിനെ അന്വേഷിക്കുമ്പോൾ മാത്രമാണ്, യേശുവിന്റെ പാദപീഠത്തിൽ മാത്രമാണ് നമുക്ക് വിടുതൽ ലഭിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. ഹല്ലേലൂയ. നോക്കൂ, ഇപ്പോൾ വചനം കേൾക്കുന്നവരാരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, അതായത് മാനസികമായിട്ട് ഹല്ലേലൂയ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഹല്ലേലൂയ, യേശുവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് വരിക, കർത്താവിനെ ഒന്ന് അന്വേഷിക്കുക. അവിടെയാണ് സൗഖ്യം കിട്ടുന്നത്, അവിടെ സന്തോഷം കിട്ടും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, യേശുവിന്റെ അടുക്കലേക്ക് നമ്മൾ വരണം. ഹല്ലേലൂയ. നമ്മൾ മറ്റു മനുഷ്യരെ നോക്കിയല്ല നടക്കേണ്ടത്. ഹല്ലേലൂയ. യേശുവിന്റെ മുഖത്തേക്കൊന്ന് നോക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് ചെല്ല്, അവിടെ ദൈവിക വിടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരും. യേശുവിന്റെ വർത്തമാനം കേട്ട സ്ത്രീയാണ് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും. നോക്കൂ, ആ സ്ത്രീയുടെ യേശുവിനുള്ള വിശ്വാസം എങ്ങനെയാണെന്ന്. ഹല്ലേലൂയ. ഈ സ്ത്രീ എന്താ, ചുറ്റുപാടുകൾ നോക്കി നിന്നില്ല, എനിക്ക് സൗഖ്യം വേണം, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യം പ്രാപിക്കും. ഹല്ലേലൂയ. അവളിലുള്ള യേശുവിനുള്ള വിശ്വാസം അങ്ങ് വർദ്ധിപ്പാൻ ഇടയായിത്തീർന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ചുറ്റുപാടുകൾ നോക്കി നിന്നാൽ നമുക്കൊന്നും സാധ്യമാകുകയില്ല. ഹല്ലേലൂയ. നമുക്ക് വിടുതൽ ലഭിക്കുകയില്ല. ഹല്ലേലൂയ. രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ചുറ്റുപാടുകളൊക്കെ വിട്ടിട്ട്, ഹല്ലേലൂയ, വിടേണ്ടതെല്ലാം വിട്ടിട്ട് യേശുവിന്റെ അടുക്കലേക്ക് വരിക. അവിടെയാണ് ദൈവിക വിടുതൽ അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ ചെന്നാൽ നമുക്ക് വേണ്ടുന്ന എല്ലാം ലഭ്യമാകും. ഹല്ലേലൂയ. നോക്കൂ, അവൾ യേശുവിന്റെ വസ്ത്രം തൊട്ട് അവൾക്ക് വിടുതൽ പ്രാപിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇവിടെ യേശുവിന്റെ വസ്ത്രം തൊട്ടപ്പോൾ ആ സ്ത്രീക്ക് വിടുതൽ ലഭിച്ചു. പ്രിയ ദൈവമക്കളെ, എങ്കിൽ നമുക്കും വിടുതൽ ലഭിക്കും. കർത്താവിന്റെ പാദപീഠത്തിൽ ഒന്ന് ചെന്നാൽ മതി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, യേശുവിനെ വിളിച്ചാൽ മതി, യേശുവിനെ അറിഞ്ഞാൽ മതി, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കും. ഹല്ലേലൂയ. ഇന്ന് തന്നെ കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ഈ വിഷയത്തിന് മറുപടി ലഭിക്കണമേ, കർത്താവെ അങ്ങയിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധി ചെന്നാൽ അവിടെ വിടുതൽ ലഭിക്കും. ഹല്ലേലൂയ. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. ഹല്ലേലൂയ. പലപ്പോഴും ചില ബാധകൾ നമ്മെ ചുറ്റിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വിടാതെ ഹല്ലേലൂയ കെട്ടിപ്പിടിച്ചിരിക്കുക. പ്രിയ മക്കളെ, യേശുവിന്റെ അടുക്കൽ ചെന്നെങ്കിൽ മാത്രമേ ഈ ബാധയൊക്കെ ഒഴിഞ്ഞു പോവുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മൾക്ക് കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്നെ വിടുവിക്കണമേ, എനിക്ക് വിടുതൽ ആവശ്യമാണെന്ന് പറഞ്ഞ് കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലണം. ഹല്ലേലൂയ. നോക്ക്, എങ്ങനെ വേണം യേശുവിലുള്ള വിശ്വാസം നമ്മൾ എങ്ങനെയാണോ അതിപ്രകാരം നമുക്കും വിടുതൽ ലഭിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിനെ അന്വേഷിച്ചിറങ്ങിയവരിൽ ആരും നിരാശരായി പോയിട്ടില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എല്ലാവരും യേശുവിനെ കണ്ടെത്തുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, മത്തായി സുവിശേഷം 28-ാം അധ്യായം 5-ാം വാക്യത്തിൽ നോക്ക്, കല്ലറ വാതിൽക്കൽ നിന്ന സ്ത്രീകളോട് ദൂതൻ പറയുന്നത്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നോക്കൂ, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അന്വേഷിച്ചിറങ്ങിയ സ്ത്രീകൾ, പ്രിയരെ, ക്രൂശിതരായ യേശുവിനെ അന്വേഷിച്ചാൽ മറ്റുള്ളവരെ അന്വേഷിച്ചിറങ്ങുന്നത് പോലെയല്ല ഇവിടെ ലഭിക്കുന്നത്, എന്നേക്കുമുള്ള നിത്യതയാ ലഭിക്കുന്നത്. ഹല്ലേലൂയ. ക്രൂശിതനായ യേശുവിനെ നമ്മൾ അന്വേഷിച്ചിറങ്ങിയാൽ നിത്യത. ഹല്ലേലൂയ. അതുകൊണ്ട് ആരെ അന്വേഷിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ തന്നെ ഉറപ്പാക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ. ഹല്ലേലൂയ. യേശുവിനെ അന്വേഷിച്ചിറങ്ങാം. കുഞ്ഞുമകളുടെ വിടുതൽ
വിടുതൽ ലഭിച്ചെങ്കിൽ ആ പള്ളിപ്രമാണി യായിറോസ് യേശുവിനെ അന്വേഷിച്ചിറങ്ങിയതുപോലെ, ഹല്ലേലൂയ, 12 സംവത്സരം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിനെ അന്വേഷിച്ചിറങ്ങിയതുപോലെ നമുക്കും കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവേ അങ്ങേ അന്വേഷിക്കുന്നു, കർത്താവേ എനിക്ക് വിടുതൽ തരണമേ, എന്റെ ഈ വിഷയത്തിന്മേൽ അത്ഭുത വിടുതൽ ലഭിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധി ഇറങ്ങാം. ഹല്ലേലൂയ. അനേക മാതാപിതാക്കൾ തന്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് വേണ്ടി, ഹല്ലേലൂയ, ഇന്ന് കണ്ണുനീരൊഴുക്കുമ്പോൾ കർത്താവിന്റെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണോ, തീർച്ചയായിട്ടും അവിടെ വിടുതൽ കിട്ടും. പ്രിയ മക്കളെ, അപ്പനിലുള്ള ആശ്രയം മാത്രമാണ് നമുക്ക് വലുത്. ഹല്ലേലൂയ. നമ്മൾ പ്രഭുക്കന്മാരിലോ മനുഷ്യരിലോ ആശ്രയം വെക്കരുത്, കർത്താവിൽ ആശ്രയം വെച്ച് മുന്നേറണം. കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, അപ്പനെ അന്വേഷിച്ചിറങ്ങി ആരെയും അപ്പൻ കൈവിടുകയില്ലല്ലോ. അപ്പ ഇന്ന് ആയത് വിഷയത്തിന്മേൽ ഓരോ മക്കളും അപ്പനെ അന്വേഷിക്കുന്നു, അതിന്മേൽ ദൈവിക വിടുതൽ അനുഭവിപ്പാനിടയാകണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോ മക്കളെയും സഹായിക്കണം, അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം.